നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശരി ശരി, നീ പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ഞാൻ സാരി ഇവിടെ ബെഡിൽ വെച്ചേക്കാം. ശരി വാ. ഈ സന്തോഷത്തിനും അഹങ്കാരത്തിനും അധികം ആയുസ് കാണില്ല. ഇത്രയും നാളുകൊണ്ട് അച്ഛന്റെ മകളുടെ ഇടയിൽ ഞാൻ കെട്ടിപ്പടുത്ത കരിങ്കലിനേക്കാൾ ബലമുള്ള മതിലിനാണ് ഇളക്കം തട്ടിയിരിക്കുന്നത്. അനുവദിച്ചുകൂടാ. പ്രതാപന്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം എന്നും അകലെ ആയിരിക്കണം. പറയും മോളെ. ഇനി വന്ന് ഞാൻ പറയാം. എന്താ എന്തൊക്കെ ഇന്ന് നടന്നതെന്ന് ചെറിയമ്മയ്ക്കറിയാമോ? എന്തായാലും നിന്നെ അത്രയും സന്തോഷിപ്പിക്കുന്ന കാര്യമെന്ന് മനസ്സിലായി. പ്രതാപേട്ടന്റെ കൂടെ നീ കാറിൽ വന്നത് മാത്രല്ല, അതിനു മുമ്പ് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്താന്ന് പറ. നന്നായി മോളെ. ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല എന്ന് ഞാൻ പറയാറില്ലേ? കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്ന ശേഷം ആദ്യമായിട്ടാ നിങ്ങൾ അച്ഛനും മോളും ഒരുമിച്ച് ഒരു കാറിൽ വന്നിറങ്ങുന്ന ഞാൻ കാണുന്നത്. ഋതുമോള് അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മോളുടെ സ്നേഹം മോളുടെ അച്ഛൻ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ചെറിയമ്മല്ലേ പറയുന്നത്? താങ്ക്സ് ചെറിയമ്മ. ചെറിയമ്മയുടെ നാവ് പൊന്നാവട്ടെ. അപ്പു, നീ എന്റെ കൂടെ ക്ഷേത്രത്തിൽ വരുന്നോ? അയ്യോ, ഞാനില്ല ചേച്ചി. ഒരു ലോഡ് ഉണ്ട് പഠിക്കാൻ. വെല്ലിച്ചന്റെ കൂടെ കാറില് വരാൻ പറ്റിയതിന് നന്ദി പറയാനായിരിക്കും ചേച്ചി ക്ഷേത്രത്തിലേക്ക് പോകുന്നതല്ലേ? അതെ, അതൊരു ചെറിയ കാര്യമല്ലല്ലോ. എനിക്ക് ഓർമ്മ വച്ച പ്രായം തൊട്ട് ഇതാദ്യമായിട്ടാ ഇങ്ങനൊരു സംഭവം. നിനക്ക് അതിന്റെ ഒരു ഫീല് പറഞ്ഞാ മനസ്സിലാവില്ല. നീ എവിടെ പോണെന്ന് പറഞ്ഞാലും കൊണ്ടുപോവാനും, നീ എന്ത് ചോദിച്ചാലും വാങ്ങിത്തരാനും, നിനക്ക് സ്നേഹിക്കാനും നിന്നെ സ്നേഹിക്കാനും നിനക്ക് നിന്റെ അച്ഛനും അമ്മയും ഉണ്ട്. എനിക്ക് ആരാ ഉള്ളത്? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ചേച്ചിക്ക് ഞാനില്ലേ? എന്റെ അമ്മയച്ഛനും ചേച്ചിയുടെ അമ്മയച്ഛനും അല്ലേ? മനസ്സാഗ്രഹിക്കുന്നിടത്ത് അല്പമാണെങ്കിൽ പോലും സ്നേഹം കിട്ടുന്നതപ്പോ യഥാർത്ഥ സന്തോഷം. ഋതുമോളെ, ഞാനും നിന്റെ അച്ഛനും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം. പക്ഷെ അവളൊരിറ്റ സ്നേഹം ആഗ്രഹിക്കുന്നത് അവളുടെ അച്ഛന്റെ ഭാഗത്തുനിന്നാ. ഇന്ന് സംഭവിച്ച പോലെ ഇനിയും അത്ഭുതങ്ങൾ സംഭവിക്കും മോളെ. മോള് സന്തോഷായിട്ടിരിക്കും. ചെറിയമ്മേ, എനിക്ക് ക്ഷേത്രത്തിൽ പോണം. ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. ചെറിയമ്മ, എനിക്കൊരു സാരി എടുത്തു വെക്കോ? എന്റെ അലമാരേന്ന് ഋതുവിന് ഇഷ്ടമുള്ള സാരി എടുത്തോ? ഏയ്, അത് വേണ്ട. എന്റെ സുന്ദരി ചെറിയമ്മ, എനിക്കൊരു സാരി എടുത്ത് വെച്ചാ മതി. ശരി ശരി, നീ പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ഞാൻ സാരി ഇവിടെ ബെഡിൽ വെച്ചേക്കാം. ശരി, വാ. ഹൃതിക മോളെ, ഈ അമ്മായി നിന്നെ ശരിക്കും ഒരു സാരി ഉടുപ്പിക്കുന്നുണ്ട്.
ശ്രീ, നിനക്ക് ചെവി കിട്ടൂടെ? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നിന്റെ ഫോണല്ലേ അടിക്കുന്നത്? ഫോൺ എടുത്ത് സംസാരിക്കേ. എനിക്ക് ആരോടൊന്നും സംസാരിക്കാനില്ല. മോളെ, നിനക്ക് അമ്മയോട് ദേഷ്യാണോ? എനിക്ക് ആരോടും ദേഷ്യമില്ല. നീ ഇങ്ങനെ വാശി പിടിക്കാതെ അമ്മയുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക് മോളെ. അമ്മ, എനിക്ക് ആരോടും ദേഷ്യമില്ല, വാശിയില്ല. എന്നെ ഒന്ന് തനിച്ചിരിക്കാൻ അനുവദിക്കോ? മോളെ, നീ ഇങ്ങനെ അമ്മയോട് ദേഷ്യപ്പെടരുത്. അമ്മയ്ക്കത് സഹിക്കില്ല. നോക്ക്, എന്തിനെങ്കിലും അമ്മ ഇതുവരെ നിന്നെ തല്ലിയിട്ടുണ്ടോ? നടന്നൊക്കെ ആലോചിക്കുമ്പോ എന്റെ നെഞ്ചു കിടന്ന് പിടയ്ക്കുക. നിന്റെ പ്രായത്തിലുള്ള ആർക്കും തോന്നാവുന്ന ഒരു കാര്യം നീയും ചെയ്തിട്ടുള്ളൂ. പക്ഷെ മോളെ, ഈ വീടിന്റെ അവസ്ഥ നിനക്കും അറിയാവുന്നതല്ലേ? നിന്റെ ചേട്ടൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാ നമ്മുടെ എല്ലാവരുടെയും കാര്യം നോക്കുന്നത്. പ്രായമായത് പിന്നെ അച്ഛനെ ആരും പഴയതുപോലെ ടാക്സി ഓടാൻ വിളിക്കാറില്ല. ഇപ്പൊ ആ ഡോക്ടർ സാറ് വിളിച്ചതുപോലെ ആരെങ്കിലും ഒന്ന് വിളിച്ചാലായി. അതീന്ന് അച്ഛന് കിട്ടുന്ന വരുമാനം നിന്റെ ചേച്ചിയുടെ ഭർത്താവ് പിടിച്ചു വാങ്ങും. പാവൻ രാജു, നിന്നെ പഠിപ്പിക്കാനുള്ള പണം എവിടുന്ന് എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള ചിന്തയിലായിരിക്കും അവൻ. അവൻ നിന്നെ പഠിപ്പിക്കും. മോള് നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി അവൻ കാണിച്ചു തരുന്ന ഒരാളിന്റെ കൈ പിടിച്ച് മോള് ജീവിക്കണം. അതാ ഈ അമ്മയുടെ ആഗ്രഹം. ഞങ്ങളെ വിഷമിപ്പിക്കരുത് മോളെ. ഇതമ്മയുടെ അപേക്ഷയാ. ഇല്ലമ്മ, ഞാൻ കാരണം ആരും വിഷമിക്കരുത്. ചേട്ടന്റെ കഷ്ടപ്പാടും നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും എല്ലാം എനിക്കറിയാം. നിങ്ങൾ ആരെയും വിഷമിപ്പിക്കാതെ എന്റെ ആഗ്രഹങ്ങൾ മറക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന. എന്റെ ആഗ്രഹങ്ങൾ എന്റെ മനസ്സിൽ തന്നെ കുഴിച്ചുമൂടാൻ ഞാൻ തയ്യാറാമ്മ. ഇങ്ങനെ വലിയ വാക്കുകള് ഈ അമ്മയോട് പറഞ്ഞ് എന്നെ നീ കൊച്ചാക്കരുത് ശ്രീ. നിന്റെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് അമ്മയ്ക്കുണ്ട്. പക്ഷെ ഞാനെങ്ങനെ ആ പിള്ളയുടെയും രുക്മിണി ചേച്ചിയുടെ മുന്നിലേക്ക് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ചെല്ലുമെന്ന് ആലോചിക്കുമ്പോ എനിക്കൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.